ഹായ് ഹലോ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിപ്പോൾ പോകുന്നത് പനമണ്ണ നേർച്ച കാണാനാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്, പ്രത്യേകിച്ച് പനമണ്ണയും പാവക്കോണ നേർച്ചയും കാണാനാണ് കേട്ടോ. പാവക്കോണ നേർച്ചയൊക്കെ കണ്ടിട്ട് കുറേ കാലങ്ങളായിക്കണം. ഉമ്മയുടെ വീട് അവിടെ ആയതുകൊണ്ട് ആദ്യമൊക്കെ എപ്പോഴും പോയിരുന്നു കേട്ടോ. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ നേർച്ച കാണാൻ പോയിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ പനമണ്ണ നേർച്ച കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളിതാ ഇപ്പോൾ ഒരു 6 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ അവിടെ രാത്രി പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തിരിച്ചു പോരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് പോകാൻ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പനമണ്ണ നേർച്ച കാണാൻ പോയിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇക്ക വന്ന ടൈമായിരുന്നു, അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം പോയി കാണാമെന്ന് നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അതാണ് ചെയ്യണം, അങ്ങനെയാണല്ലേ. അപ്പോൾ തന്നെ ഞങ്ങളിത് അവിടെ എത്തി തുടങ്ങി. അവിടെ എത്താറപ്പോഴേക്കേ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓരോ ഗ്യാങ്ങൾ, ഓരോ കോസ്റ്റ്യൂംസ് കാണാൻ ഭയങ്കര രസമായിട്ടോ കാണാൻ. എൻ്റെ ഷിതുമോൻ പറയുന്നുണ്ട് നമ്മുടെ ഫ്രീ ഫയർ ഗെയിമിൻ്റെ ഒരു ഭാഗമാണ് അവരുടെ ഡ്രസ്സിങ്ങൊക്കെ, അവരിതാണെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കതിനെ പറ്റി അറിയാത്തതുകൊണ്ട് എനിക്കൊന്നും അറിയില്ല. എന്തായാലും പിള്ളേരൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സിങ് എന്തായാലും സൂപ്പറായിട്ടുണ്ട് കേട്ടോ. പിന്നെ പനമണ്ണ നേർച്ചക്ക് ആനയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇനി രാത്രി ഉണ്ടാവുമല്ലേന്ന് എനിക്കറിയില്ല. എന്തായാലും ആനനെയൊന്നും കാണാനില്ല. എനിക്ക് ഈ ഗാങ്ങാണ് അധികം ഇഷ്ടമായത് കേട്ടോ. ഈ ഒരു ബ്ലൂ ആണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടമായത്. പിന്നെയും കുറേ ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ ഒക്കെ എടുത്തു എന്നാണ് വിചാരിച്ചു, വീഡിയോയിലൊന്നും കാണാനില്ല. ഇനി എന്തായാലും അങ്ങനെ ഞങ്ങളിതാ മക്ബറയ്ക്ക്, ഇനി ഇവിടുന്ന് കുറച്ചും കൂടിയും പോയാൽ മക്ബറയ്ക്ക് പോകണം. മക്ബറയ്ക്ക് ഞാനും ആദ്യം ഒരു വട്ടം പോയിക്കണു, ഇത് 2ാം തവണ ആയിട്ടോ പോണ്. പക്ഷേ പിന്നത്തെ നേർച്ച കാണാൻ പോകുകയെന്നല്ലാതെ മക്ബറയിൽ കാണാൻ പറ്റില്ല, അത്രയും തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ ഷിതുമോൻ്റെ ഫേവറേറ്റ് സംഭവമായിരുന്നു ഈ ഒരു പാനിപ്പൂരി. അപ്പോൾ അവധി കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നു. ഇതിന് 40 രൂപ കേട്ടോ ഒരു പ്ലേറ്റിന് പറഞ്ഞ്. എല്ലായിടത്തും 30 ഉള്ളൂ തോന്നുന്നു. ഇങ്ങനെയൊക്കെ ഒരു സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒന്നുകൂടി റേറ്റ് കൂടുമല്ലോ. അവർക്ക് എന്താണെന്നറിയില്ല, ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. എനിക്ക് ഇതിനേക്കാളും ഇഷ്ടമായത് ഞങ്ങൾ ഇവിടെ പോയി പാലക്കാട് പോയപ്പോൾ കഴിച്ചതായിരുന്നു കേട്ടോ എനിക്ക് അധികം ഇഷ്ടമായത്. അങ്ങനെ മക്ബറയിലെത്തി ഞങ്ങൾ അവിടെയൊക്കെ പോയി ദുവൊക്കെ ചെയ്തു, ക്യാഷൊക്കെ പെട്ടിയിലിട്ടു. ഇനി അവിടുന്ന് നമുക്ക് കിട്ടുന്ന ചീരുണി കേട്ടോ ഈ കാണുന്നത്. ഇതിൽ എന്തൊക്കെ അവിലും പഴം അങ്ങനെ എന്തൊക്കെ മധുരമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ മേടിച്ച് ഞങ്ങളിതാ തിരിച്ചു പോരുകയാണ്. തിരിച്ചു പോരുമ്പോൾ ഒരു ചായയും കുടിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോരുകയാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.